പച്ചപ്പുൽപ്പാടവരമ്പിൽ കേൾക്കുന്നു നാടിന്റെ ശബ്ദം. മണ്ണും മനസ്സും ചേർന്ന് പാടും ഈ പാട്ടിന്റെ ശബ്ദം. കല്ലും മുള്ളും തിങ്ങിയ വീതിയിൽ മല്ലിട്ട മണ്ണിന്റെ മക്കൾ. മണ്ണും മനസ്സും ചേർന്ന് പൊന്നു വീളയിച്ചു മന്നവർ. പച്ചപ്പുൽപ്പാടവരമ്പിൽ കേൾക്കുന്നു നാടിന്റെ ശബ്ദം. മണ്ണും മനസ്സും ചേർന്ന് പാടും ഈ പാട്ടിന്റെ ശബ്ദം. തലയെടുപ്പോടെ നിൽക്കുന്ന പന്തലാനിക്കൽ തറവാട് കൊഴുവനാൽ പ്രദേശവുമായി വേർതിരിക്കാനാവാത്ത വിധം ബന്ധപ്പെട്ടു നിൽക്കുന്ന ഒരു പുരാതന കത്തോലിക്ക കുടുംബമാണ്. പുരയിടത്തിൽ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ഈ കൂറ്റൻ ആഞ്ഞിലി വൃക്ഷത്തിൽ നിന്നാണ് കുടുംബശാഖയ്ക്ക് പന്തലാനിക്കൽ എന്ന് പേരുണ്ടായത്. ചേർപ്പുങ്കൽ നടക്കാങ്കുന്നേൽ ഇത്താഖ് ഇട്ടിയവിരായിൽ നിന്ന് സ്ഥാപിതമായ ഈ കുടുംബം നാടിന്റെയും നാട്ടുകാരുടെയും പ്രശ്നങ്ങളിൽ ഇടപെട്ട് അവരെ സഹായിച്ച് കാലക്രമേണ ഈ ഗ്രാമത്തിന്റെ ഹൃദയത്തോട് ചേർന്നു. പൂർവികരുടെ കഠിനാധ്വാനത്തിലൂടെയും ത്യാഗോജ്വലമായ ജീവിതത്തിലൂടെയും പ്രദേശത്തെ പ്രധാനികളായി മാറിയ പന്തലാനിക്കൽ കുടുംബം നാടിന്റെ വികസനത്തിനും ദൈവാലയ നിർമ്മാണത്തിനുമൊക്കെ തങ്ങളാലാവുന്ന സഹായങ്ങൾ നൽകി നാടിനൊപ്പം വളർന്നു വന്നു. ജീവിതയാത്രയിൽ ദൈവത്തെ മുറുകെ പിടിച്ച് മൂഴൂർ പന്തലാനിക്കൽ ദേവസ്യ ത്രേസ്യ ദമ്പതികൾക്ക് അവരുടെ സ്നേഹത്തിന്റെ അടയാളമായി 10ാമത് ഒരു ആൺകുട്ടി ജനിക്കുന്നു. ദൈവവചനത്തിന്റെ സേവകനായി തീരാനിരുന്ന വർക്കി എന്ന ബാലന്റെ ദൈവനിശ്ചയിക്കപ്പെട്ട പിറവി സംഭവിക്കുന്നു. ബാല്യകാലം മുതൽ ദൈവിക കാര്യങ്ങളിൽ തൽപരനായിരുന്ന കുഞ്ഞുവർക്കി മൂഴൂർ കൊഴുവനാൽ സ്കൂളുകളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസവും മുക്കാലി സ്കൂളിൽ നിന്ന് ഹൈസ്കൂൾ വിദ്യാഭ്യാസവും പൂർത്തിയാക്കി. ദൈവവിളിയുടെ നിശബ്ദമായ സ്വരം കേട്ട വർക്കി വൈദിക പഠനത്തിനായി പാലാ മിഷൻ ഹോമിൽ ചേർന്നു. ഫ്രാൻസിസ് ഡി സാലസിന്റെ ആത്മീയതയിൽ ആകർഷിതനായി MSFS സഭയിൽ അംഗമായ റെവറൻഡ് ഫാദർ വർക്കി പന്തലാനിക്കൽ അന്നത്തെ വിജയപുരം രൂപതാ മെത്രാൻ റെവറൻഡ് ഡോക്ടർ ജോൺ അംബ്രോസ് OCDയുടെ കൈവയ്പ് ശുശ്രൂഷയിലൂടെ ഒരു മിഷനറി വൈദികനായി 1961 ജൂൺ 10 അഭിഷിക്തനായി. ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു.
ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് മിഷൻ പ്രവർത്തനത്തിനായി ദൈവത്താൽ നിയോഗിക്കപ്പെട്ട വക്കച്ചായൻ പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ ഇടയിൽ പ്രവർത്തിച്ച് ദൈവസ്നേഹത്തിന്റെ ഉദാത്ത മാതൃകയായി മാറി. വക്കച്ചായന്റെ സ്നേഹസ്പർശം ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾക്ക് അറിവിന്റെ വെളിച്ചം പകർന്നു നൽകി. മിഷൻ സുപ്പീരിയർ, പ്രൊക്യുറേറ്റർ, സ്കൂൾ മാനേജർ തുടങ്ങി വിവിധ മേഖലകളിൽ നിസ്വാർത്ഥ സേവനം നൽകിയ അദ്ദേഹം ജീവിത വിജയത്തിന് ആവശ്യമായ അടിസ്ഥാന മൂല്യങ്ങൾ അനേകർക്ക് പകർന്നു നൽകി. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയ വക്കച്ചായൻ ഓട്ടോമൊബൈൽ ട്രെയിനിംഗ് കോളേജിന്റെ നേതൃത്വം ഏറ്റെടുത്ത് നിരവധി കുടുംബങ്ങളുടെ ഉന്നമനത്തിന് പ്രയത്നിച്ചു. ആന്ധ്രാപ്രദേശിലെ വിവിധ കത്തോലിക്ക രൂപതകളിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഏകോപനത്തിനായി രൂപീകൃതമായ ജ്യോതിർമയി സൊസൈറ്റിയുടെ സ്ഥാപകനായിരുന്നു വക്കച്ചായൻ. അദ്ദേഹത്തിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ നിശബ്ദ സ്മരണകൾ ആയിരക്കണക്കിന് നിസ്സഹായർക്ക് പ്രതീക്ഷയുടെ വെളിച്ചമായി മാറി. തന്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനു ശേഷം വിശ്രമ ജീവിതത്തിനായി അദ്ദേഹം പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരിയിലുള്ള MSFS സെമിനാരിയിൽ എത്തുകയും വൈദിക വിദ്യാർത്ഥികളുടെ ആധ്യാത്മിക ഗുരുവായി പ്രവർത്തിക്കുകയും ചെയ്തു. 2016 ഫെബ്രുവരി 22 വക്കച്ചായൻ നിത്യസമ്മാനത്തിനായി ദൈവസന്നിധിയിലേക്ക് വിളിക്കപ്പെട്ടു. എന്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതി എനിക്കായി നൽകിയ വസതി. പരിശുദ്ധന്മാർ പരമാനന്ദം